നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഥകൾ പറയുന്നത് പഞ്ചതന്ത്രം കഥകളാണ്. പാടലിപുത്രം എന്ന രാജ്യത്തിലെ വളരെ സമർത്ഥനായ ഒരു രാജാവിൻ്റെ പുത്രന്മാർ എല്ലാവരും മന്ദബുദ്ധികളെ പോലെയായി. അവർക്ക് രാജാവാകാൻ ഭാവിയിലെ രാജാക്കന്മാരായി ഈ രാജകുമാരന്മാർ ആരും തന്നെ ബുദ്ധിശാലികളല്ല. രാജാവിനൊടുക്കം വല്ലാതെ സങ്കടം വന്നു. നാട് മുഴുക്കെ പരസ്യപ്പെടുത്തി. സോമശർമാവ് എന്ന് പറയുന്ന ഒരു മഹാബ്രാഹ്മണൻ വന്ന് രാജകുമാരന്മാരെ ഞാൻ കഥകളിലൂടെ അവരെ ബുദ്ധി സാമർഥ്യമുള്ള കുട്ടികളാക്കാം, നല്ല രാജകുമാരന്മാരാക്കാം, അങ്ങ് ഭയപ്പെടേണ്ട, ഭാവിയിലെ രാജാക്കന്മാരൊക്കെ ഇവർ തന്നെ നല്ലവരാക്കാം എന്ന് പറഞ്ഞ് കഥകളിലൂടെ രാജകുമാരന്മാർക്ക് ഒരു ഭരണാധികാരിക്ക് വേണ്ടുന്ന പഞ്ചതന്ത്രങ്ങൾ 5 തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് പഞ്ചതന്ത്രം കഥകൾ. നമ്മുടെ ഭാരതത്തിൻ്റെ മഹാസമ്പത്താണ് പഞ്ചതന്ത്രം കഥകൾ. ഈ കഥകളിലെ ആദ്യത്തെ തന്ത്രമാണ് മിത്രഭേദം. മിത്രഭേദം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള പ്രാപ്തി, കഴിവ്, അവരെ എങ്ങനെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള തന്ത്രമാണ് മിത്രഭേദം. പല തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ടാകും. ഓരോരുത്തരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വേണം അടുപ്പിച്ച് നിർത്തേണ്ടതാരെ, അകറ്റി നിർത്തേണ്ടതാരെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളിലൊന്നാണ് വർദ്ധമാനൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ 2 കാളകളിൽ ഒരു കാളയായ സഞ്ജീവനെ കാട്ടിൽ ഉപേക്ഷിച്ച്, സുഖമില്ലാത്തപ്പോൾ കാട്ടിൽ ഉപേക്ഷിച്ച് ഭടന്മാരൊക്കെ തിരിച്ചു പോയത് രാജു. അവിടെ കിടന്ന സഞ്ജീവൻ വളരെ കൊഴുത്ത് തടിച്ച് നല്ല ഉഷാറോടെ ആരോഗ്യത്തോടെ വന്നു മുക്രയിടാൻ തുടങ്ങി. ആ മുക്ര കേട്ടപ്പോൾ ആ കാട്ടിലെ രാജാവ്, മൃഗങ്ങളുടെ രാജാവായ പിങ്കളൻ ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെടുന്ന നമ്മുടെ രാജാവിനെ ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുന്നത് ആര് എന്ന് അന്വേഷിച്ച് ആ രാജാവിൻ്റെ മൃഗരാജാവിൻ്റെ കരടകൻ ദമനകൻ എന്ന് പറയുന്ന 2 പുത്രന്മാർ അന്വേഷിച്ച് ചേടി തന്നൊരിക്കൽ സഞ്ജീവനെ കണ്ടുപിടിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി സഞ്ജീവനും ഈ സിംഹത്തിൻ്റെ അടുത്ത് തന്നെ, മൃഗരാജൻ്റെ അടുത്ത് ഈ കാളെ കൊണ്ട് ചെന്നാൽ കൊന്നു തിന്നോളൂല്ലോ, സദ്യ പോലും ഇതിനൊരാഴ്ചത്തേക്ക് എന്ന് കരുതി അവരെ കൊണ്ടു ചെന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊരു തരത്തിലാണ്. അവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായപ്പോൾ മൃഗങ്ങൾക്ക് അതൊരു ഉപദ്രവമായിട്ട് മാറി. ഇതാണ് ആലോചനയില്ലാത്ത പ്രവൃത്തികൾ കൊണ്ടുവരുന്ന ചില ആപത്തുകളാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന പിന്നീട് കഥയ്ക്കുള്ളിൽ കഥകളോടെ വരികയാണ്. നീതി ഭേദങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. ഓരോന്നിനും ഓരോ നീതിയൊക്കെയുണ്ട്. നമ്മുടെ കാര്യം തന്നെ എങ്ങനെ നേടാം, നമ്മുടെ പ്രജകൾക്ക് നന്മ വരാൻ എന്തു വേണം, ഇതാണ് കരടകൻ എന്ന് പറയുന്ന മന്ത്രിപുത്രൻ്റെ ചിന്ത. മൃഗങ്ങൾക്കൊക്കെ ഇത്തിരി കഷ്ടമാണ്. സിംഹത്തിന് തോന്നിയവരെയൊക്കെ പിടിച്ച് തിന്നും, മടി പിടിച്ച് അവിടെ കിടക്കും. സഞ്ജീവകനായിട്ടുള്ള കൂട്ടുകൂടി മൃഗങ്ങൾക്ക് ഒരു സുഖകരമല്ലാത്ത അന്തരീക്ഷം. അപ്പോൾ മന്ത്രിപുത്രനായ നമ്മുടെ പ്രജകൾക്ക് എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് എങ്ങനെയാണ് ദൂരം, അതിലെ കരടകന് സാമ്യമുള്ള ആപത്തൊഴിവാക്കാനും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും സിംഹത്തെയും കാളയെയും തമ്മിൽ വീണ്ടും കലഹിപ്പിക്കണം. അതാണ് ഇനി കാര്യം. അവർ തമ്മിൽ യോജിച്ച് നിന്നാൽ മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇവരെ തമ്മിൽ അകറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ പറയുക, അത് പറയാം, ഒരു കാക്കപ്പെണ്ണ് ഒരു അരഞ്ഞാണം കൊണ്ട്, ഒരു മോഷ്ടിച്ചെടുത്ത് കിട്ടിയ പണ്ട് ഒരു അരഞ്ഞാണം വഴി ഒരു കാക്കപ്പെണ്ണ് കാളസർപ്പത്തിൻ്റെ കഥ കഴിച്ച കഥയുണ്ട്. അതുപോലെ ഉള്ള സൂത്രം എന്തെങ്കിലും ഇവിടെ പ്രയോഗിക്കണം. ഓഹോ, അതേതാണ് ആ കഥ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ദമനകൻ പറഞ്ഞു. ദമനകനും കരടനും സഹോദരങ്ങളാണ്. അപ്പോൾ പറഞ്ഞു, ആ കഥ ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടിയിട്ട് കഥ പറയാനായിട്ട് ഒരു ഉയർന്ന മരത്തിൻ്റെ മുകളിൽ ആൺകാക്കയും പെൺകാക്കയും കൂടി താമസിക്കുകയായിരുന്നു. അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെൺകാക്ക ഇടുന്ന മുട്ടകളൊക്കെ കൂട്ടിൽ നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാനുണ്ടാവും. കാക്ക മുട്ടയിടും, ഉടൻ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ടയൊന്നും കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. വീണ്ടും കാക്ക മുട്ടയിടാറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പല പ്രാവശ്യം മുട്ടകൾ നഷ്ടപ്പെട്ടു. മുട്ടകൾ മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് ആരാണ് എന്നും കണ്ടുപിടിക്കാൻ ഇവർക്കൊട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ
ഈ ആൺകാക്ക തൻ്റെ സ്നേഹിതനായ ഒരു കുറുക്കനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദുഃഖമുണ്ട് ഞങ്ങൾക്ക്, പെൺകാക്ക ഇടുന്ന മുട്ടയൊക്കെ ആരോ മോഷിച്ചുകൊണ്ട് പോവുക, ഏത് വഴി പോകണമെന്ന് അറിയണില്ല. അപ്പോൾ കുറുക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ കൗശലക്കാരനാണല്ലോ. കുറുക്കൻ എന്ത് പറഞ്ഞു, പണ്ട് ഞാൻ നിനക്ക് നമുക്ക് നേരായിട്ട് കായിക ശേഷി കൊണ്ട് ശത്രുക്കളെ അടിച്ചമർത്താൻ നമുക്ക് സാധിക്കാതെ വന്നാൽ നമുക്കവരെ പരാജയപ്പെടുത്തണം, എന്നാലേ നമ്മുടെ ജീവന് രക്ഷയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവിടെ സൂത്രം ഉപയോഗിക്കണം, ബുദ്ധിശക്തി ഉപയോഗിക്കണം. കായിക ശക്തി പരാജയപ്പെടുമെന്ന് തോന്നുന്നിടത്ത് ബുദ്ധിശക്തി പ്രയോഗിക്കണം. അങ്ങനൊരു കൊക്ക് എന്ന് പറയുന്ന കരുത്തനായൊരു പക്ഷിയാണ്. അതിൻ്റെ ഭക്ഷണം മത്സ്യത്തിന് കൊക്കിനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ഞണ്ട് ജലജീവികളാണ് കൊക്കിൻ്റെ ഭക്ഷണം. കൊക്കിനെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അത്രയ്ക്ക് അവരുടെ മുമ്പിൽ വളരെ കരുത്തനാണ് ഈ കൊക്ക്. ഒരിക്കലും ഒരു കൊക്ക് ഒരു കുളത്തിൽ, വയസ്സായി കൊക്കിന് പ്രായോഗികമായി കേട്ടോ, കുറച്ച് ക്ഷീണഭാവമുണ്ട്, ഇനി തേടിപ്പിടിച്ച് മല്ലടിച്ച് ഇര തേടാൻ വയ്യാണ്ടായപ്പോൾ ഈ കുളം കണ്ടു, ആ കാടിൻ്റെ നടുവിലുള്ളൊരു കുളം. ആ കുളം നോക്കിയപ്പോൾ കൊക്ക് ചെന്ന് പരിസരമൊക്കെ നിരീക്ഷിച്ചപ്പോൾ ധാരാളം മത്സ്യങ്ങളും ഞണ്ടുകളും ഒക്കെ ഉണ്ട്. തനിക്ക് ഇവിടുന്ന് ഓരോന്നിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാലം തിന്നും കുടിച്ചും ജീവിക്കാൻ, സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കാൻ പറ്റും. ദമനകൻ കരടകന് പറഞ്ഞു കൊടുക്കുന്ന കരുത്തനായ കൊക്കിൽ നിന്നും രക്ഷപ്പെടുന്ന ജലജീവികളുടെ, മത്സ്യത്തിൻ്റെ കഥ, ഞണ്ടിൻ്റെ കഥയാണ് ഈ പറയുന്നത്. ആ കഥ കേട്ട് എന്ത് ചെയ്തു, തീരുമാനിച്ചു ഈ ഒരു ദിവസം ഇങ്ങനെ വളരെ ദുഃഖിതനായിട്ട് ഈ വൃദ്ധനായ കൊക്ക് കുളത്തിൻ്റെ കരയ്ക്ക് ചെന്നിരുന്നു. അപ്പം മത്സ്യങ്ങളൊക്കെ ചെന്ന്, അയ്യോ എന്താ മുത്തശ്ശ അങ്ങനെ വല്ലാണ്ടിരിക്കണേ, എന്താ അങ്ങനെ വിഷമിച്ചിരിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അതോ എനിക്ക് നിങ്ങളെ ഓർത്താ സങ്കടം, എന്നെ ഓർത്തിട്ടല്ല എന്ന് പറഞ്ഞു. അതാ ഞങ്ങളെ പറ്റി എന്തിനാ ഇപ്പോൾ സങ്കടപ്പെടണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ സുഖമാണല്ലോ, ഞങ്ങളൊരുപാട് പേര് കൂട്ടുകാരുണ്ട്, ഇഷ്ടംപോലെ തീറ്റയുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, കളിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളമുണ്ട്, പിന്നെ ഇപ്പം എന്തെല്ലാം ഞങ്ങളെ പറ്റി ദുഃഖിക്കണം, എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, തൊട്ടപ്പുറത്ത് ഈ മനുഷ്യർ 2 പേര് വന്ന് പറയുക, ഈ കുളം വറ്റിക്കാൻ പോവുക, കുളം അങ്ങോട്ട് വറ്റിച്ച് ഇതിലെ വെള്ളം മുഴുവൻ തോട് കീറി കൊണ്ട് പോകൂലോ. അങ്ങനെ പോണ സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടുത്തെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പിന്നെ എന്താ സ്ഥിതി? നിങ്ങൾക്ക് ജീവിക്കാൻ വല്ല വശമുണ്ടോ? അയ്യോ, അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വശമില്ല. എന്നാൽ എൻ്റെ മക്കളെ, അതെ അങ്ങനെയാണ് ഇപ്പോൾ നടക്കാൻ പോണത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു. നിങ്ങളെ എല്ലാവരെയും കൂടി രക്ഷിക്കാൻ എനിക്ക് പറ്റുന്നു തോന്നുന്നില്ല. തൊട്ടപ്പുറത്ത് വളരെ വലിയൊരു തടാകമുണ്ട്, നീണ്ട് ഈ കുളത്തിൻ്റെ 10 ഇരട്ടിയുള്ള കുളമുണ്ട്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി കൊണ്ടുപോയി ആ കുളത്തിൽ കൊണ്ടിടാം. അപ്പം നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോഴത്തേക്കും മത്സ്യങ്ങളും ഞണ്ടുകളും കൂടിയിട്ട് 2 കയ്യും അങ്ങോട്ട് പൊക്കി പറയുക, ഞങ്ങളെല്ലാവരും തയ്യാറാണ്, എല്ലാവരും തയ്യാറാണ്, എന്നെ കൊണ്ടുപോകും എന്നും പറഞ്ഞു ഓരോരുത്തരും മുമ്പേക്ക് ചാടി വരാൻ മതി. കൊക്കിന് തൻ്റെ ഉദ്ദേശം ഫലിച്ചു, തൻ്റെ ലക്ഷ്യം നേടി എന്ന് കണ്ട് സന്തോഷമായി കൊക്ക് പറഞ്ഞു, ശരി, ഞാൻ ഇന്നൊരാളെ കൊണ്ടുപോകാം, ആ ആളെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പിന്നെ വരാം, പിന്നെ വന്ന് നാളെ ദിവസം എനിക്ക് പറ്റണ പോലെ, ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, ഞാൻ ഒരാളെ കൊണ്ടുപോകും, അവിടെ കൊണ്ടുവന്നാക്കും, അത് കഴിഞ്ഞാൽ വരും, പിന്നെ താളെ കൊണ്ടുപോകും. അങ്ങനെ ദിവസേന 1, 2, 3 പേരെയൊക്കെ കൊണ്ടുപോയി രക്ഷിക്കാൻ എനിക്ക് പറ്റണ പോലെ എന്ന് പറഞ്ഞു. ഈ വെള്ളം വറ്റണതിന് മുമ്പ് നിങ്ങളെയൊക്കെ രക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആൾക്കാർ പറയണം, ഞാൻ കേട്ടതാ. മത്സ്യങ്ങൾ അത് വിശ്വസിച്ചു. കൊക്ക് അന്ന് ഉള്ളതിൽ ഇതായിട്ട് ആരാ പോണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺമത്സ്യം, നല്ല അമ്മയുടെ സ്ഥാനത്തുള്ളൊരു പെൺമത്സ്യം, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞു. കൊക്ക് നോക്കിയപ്പോൾ നല്ല ആരോഗ്യമുള്ള നല്ലൊരു മുണ്ടത്തി മത്സ്യം, നല്ല മത്സ്യം. ആ മത്സ്യത്തിനെയും കൊക്കിലൊതുക്കി കൊക്കിലങ്ങോട്ട് എടുത്ത് പൊക്കി പറന്നു പോയി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആ തടാകത്തിൻ്റെയൊക്കെ അപ്പുറത്തെ മലയുടെ അപ്പുറത്തായിട്ട് നല്ല നീണ്ട് പരന്ന് വിശാലമായൊരു പാറയുണ്ട്. ആ പാറയുടെ അടുത്ത് പാറയമ കൊണ്ടുവന്ന് ഈ മത്സ്യത്തിനെ വെച്ചിട്ട് ഒരു കാലുകൊണ്ട് പതുക്കനെ ചവിട്ടി പിടിച്ച് അവിടെ ഇരുന്നു. കരയിൽ വന്ന മത്സ്യം
കുറച്ച് നേരം കടയിൽ വെള്ളത്തിൽ കിടന്ന മത്സ്യം കുറച്ച് സമയം കരയിൽ ചെന്ന് പെട്ടാൽ എന്താ സംഭവിക്കുക? മത്സ്യം ചത്തുപോകും. വെള്ളത്തിലെ വായു അല്ലേ മത്സ്യത്തിന് ശ്വസിക്കാൻ പറ്റുള്ളൂ. കരയിലെ വായു കിട്ടാണ്ടായ മത്സ്യം ചത്തു എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ സുഖമല്ലേ? നമ്മുടെ കൊക്ക് മുത്തശ്ശൻ ആ മത്സ്യത്തിന് സുഖമായിട്ട് അങ്ങോട്ട് തിന്നും. തൊട്ടപ്പുറത്തൊരു കുഴിയിലേക്ക് എല്ലുമുട്ടി മത്സ്യത്തിൻ്റെ മുള്ളൊക്കെ അങ്ങോട്ട് എടുത്തിടും. വിശപ്പ് മാറിയില്ല, ഒന്നത്തിനെ കൂടി അങ്ങോട്ടാവാം എന്ന് തോന്നിയാൽ ഒട്ടനെ വരും, അടുത്തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ വരുമ്പോഴേക്കും ആൾക്കാർ എന്നെ 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 എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒന്നത്തിനെ കൊണ്ടുപോകും, തിന്നും. അങ്ങനെ സുഖമായിട്ട് മത്സ്യങ്ങളിങ്ങനെ കുളത്തിൽ നിന്ന് കൊക്ക് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പുറത്ത് ചെന്നിട്ട് ആ മത്സ്യത്തിന് എന്ത് സംഭവിക്കണമെന്ന് ആരും അറിയണില്ല. ഇവിടെ വെള്ളത്തിലല്ലേ ഞണ്ടും ഇതൊക്കെ. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ വയസ്സായി ശരീരമൊക്കെ ഒട്ടി കവളൊട്ടി ആകെ ക്ഷീണിതനായിട്ട് വന്നിരുന്ന കൊക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊക്ക് തിരിയൊക്കെ നന്നായി, ശരീരമൊക്കെ ഇത്തിരി ഭേദമായി, മുഖത്തൊക്കെ നല്ല പ്രസാദം വെച്ചു, ആളുടെ വരവും പോക്കും ഒക്കെ കുറച്ച് ഉഷാറിലായി. ഉടൻ തന്നെ അവിടെ ഇത്തിരി പ്രായം കൂടി തല നരയ്ക്കാൻ തുടങ്ങിയ ഒരു ഞണ്ടുണ്ടായിരുന്നു. ഞണ്ടിനൊരു സംശയം, ഇവൻ്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ കൊക്ക് മുത്തശ്ശൻ വളരെ സന്തോഷവാനുമാണ്. ആൾക്കൊരു സംശയം. മത്സ്യങ്ങളെയും കുറേ കൊണ്ടുപോയി എല്ലാവരോടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരും ലഹള കൂട്ടരുത്, നാളെ ഞാൻ പോവാം, എന്നെ കൊണ്ടുപോകട്ടെ, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയായിക്കോട്ടെ, അല്ല എനിക്കും രക്ഷപ്പെടണ്ടേ എന്ന് കരുതി. നല്ല ആരോഗ്യമുള്ള ഞണ്ടല്ലോ. കൊക്ക് വന്നു, ആരാവരണേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒക്കെ ഒന്ന് കൈ പൊന്തിക്കിച്ചെങ്കിൽ ഞണ്ട് മുൻപേ അങ്ങോട്ട് ചെന്നു. കൊക്ക് വേഗം ഞണ്ടിനെ അങ്ങോട്ട് കുറേ നാളായില്ലേ മത്സ്യത്തിൻ്റെ മാംസം തിന്നണേ, എന്നാൽ ഞണ്ടിറച്ചിയാവാം, അത് സ്വാദല്ലേ എന്ന് കരുതി ഞണ്ടിനെയും കൂടി കൊത്തിപ്പറക്കി അങ്ങോട്ട് കൊണ്ടുപോയി. കുറച്ച് ദൂരം ഞണ്ട് ഇങ്ങനെ കൊക്കിൻ്റെ കഴുത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണല്ലോ കൊണ്ടുപോകണം, കുത്തി കൊണ്ടുപോകാൻ പറ്റണില്ല, കഴുത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് തലയിലിരുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമൊക്കെ ഒന്ന് ഞണ്ട് പരതി നോക്കിയപ്പോൾ ഈ കുളങ്ങൾ കഴിഞ്ഞ അപ്പുറം ചെന്നപ്പോൾ ഒരു മലയുടെ ചെരിഞ്ഞ പ്രദേശം, അവിടെ നോക്കിയപ്പോൾ പോണ വഴി കിണർ പോലെ കുറച്ച് ദൂരം താഴ്ന്നു കിടക്കണം. അവിടെ മുഴുവൻ മത്സ്യത്തിൻ്റെ മുള്ള. അത് കണ്ട വഴിക്ക് ഞണ്ടിന് കാര്യം മനസ്സിലായി. ഓരോരോ മത്സ്യത്തിനെ കൊത്തിപ്പറക്കി കൊണ്ടുവന്നിട്ട് കൊന്നു തിന്ന് ആ മത്സ്യത്തിനെ അങ്ങോട്ട് തിന്നിട്ട് മുള്ളു വലിച്ചെറിഞ്ഞ് കൂട്ടിയിരിക്കണത് അതൊന്നും മനസ്സിലായി. അവിടേക്ക് ദൂരെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ഞണ്ട ഉടനെ തന്നെ കൊക്കിൻ്റെ കഴുത്തിലല്ലേ ഇരിക്കണേ, ഇറുക്കി അങ്ങോട്ട് പിടിച്ചു. ഞണ്ട് ഇറുക്കിയാലത്തെ അവസ്ഥ എന്താ? പിന്നെ ശ്വാസം കിട്ടും കൊക്കിനെ? കിട്ടില്ല. ഞണ്ട് മുറുക്കി അങ്ങോട്ട് പിടിച്ചു കൊക്കിൻ്റെ കഴുത്തിൽ. ശ്വാസം മുട്ടി ശബ്ദം പോലും പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ കൊക്ക് പതുക്കെ അങ്ങോട്ട് പുറത്ത് വീണു. ഞണ്ട് ഇറുക്കി പിടിച്ചു, ഒന്നുകൂടെ ഇറുക്കി പിടിച്ചു, വിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചലനമൊക്കെ നിന്നു കൊക്കിൻ്റെ. അങ്ങനെ ഞണ്ട് ഇറുക്കി കൊന്നു കൊക്കിനെ. ഞണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞ് പാവം ഈ കുളത്തിൽ വന്നിട്ട് തൻ്റെ ചങ്ങാതിമാരോട് പറഞ്ഞു, ആ കൊക്ക് നമ്മളെ പറ്റിച്ചതാണ്, നമ്മളാളെ വിശ്വസിച്ച് പോയി, നമ്മളെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മളെ ഓരോരുത്തരെയായി കൊണ്ടുപോയി തിന്നാനായിരുന്നു. അതായിരുന്നു അയാളുടെ സൂത്രം. എന്തായാലും ഇന്ന് ഞാൻ അവൻ്റെ പണി കഴിച്ചിട്ട് ഇനി അവൻ വരില്ല. നമുക്ക് ഇതുവരെ കുളത്തിൽ നിന്ന് ആരും വെള്ളമൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, നമുക്കിവിടെ തന്നെ സുഖമായിട്ടിരിക്കാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ സമാധാനിപ്പിച്ച് ആ കൊക്കിൻ്റെ കഥയും കഴിച്ചു, മറ്റു കൂട്ടുകാരെയൊക്കെ രക്ഷിക്കുകയും ചെയ്തു ഞണ്ട്. ഇത് മറ്റൊരാൾ പറഞ്ഞ വഴി അങ്ങോട്ട് വിശ്വസിച്ചു, നമ്മുടെ കണ്ണിൽ കാണാത്തൊരു കാര്യത്തെ വിശ്വസിച്ചു. അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്താണ് അല്ലേ? പഞ്ചതന്ത്രത്തിലെ മിത്രഭേദം എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഒരു കഥയാണിത്. ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. എന്തെല്ലാം കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്.
ശക്തിയില്ലാത്തവനാണ്, കൊക്കിൻ്റെ മുൻപിൽ ശക്തിയില്ലാത്തവരാ മത്സ്യം. പക്ഷെ സാധിച്ചില്ല അവർക്ക് രക്ഷപ്പെടുത്താൻ. അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, കൊക്കിന് എതിരിടാനും സാധിച്ചില്ല. ഞണ്ടും കൊക്കിൻ്റെ മുൻപിൽ ശക്തിയില്ലാത്തവനാണ്, പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് പോയി ബുദ്ധിശക്തി കൊണ്ട് തൻ്റെ ശത്രുവിനെ വകവരുത്തിയ കഥയാണ് മിത്രഭേദത്തിലെ ഈ കഥ. ഇനി ഇതിനെ തുടർന്ന് മറ്റു കഥകൾ വരുന്നു അടുത്ത ദിവസത്തേക്ക് വരും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.